സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിൽ ഇടപെടുന്ന, അതായത് സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ വേഗം സാധ്യമാക്കുന്ന ആളുകളാണ്. അതിൽ ചിന്നു എന്ന് പറയുന്ന യുവതി കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ചിരുന്നു. അവർ മരിച്ചുപോയി. അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പത്തറ്റിക്കാണ്, സങ്കടം തോന്നും. അവരുടെ ആൺ സുഹൃത്ത് സന്ദേശ് എന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം സൂയിസൈഡ് ചെയ്തു. ഇതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ ചിന്നു പാപ്പു എന്ന് പറയുന്ന യുവതി അവരുടെ ഭർത്താവുമായി ബന്ധം ഏർപ്പെടുത്തി അല്ലെങ്കിൽ പിണങ്ങിപ്പിരിഞ്ഞ് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ആസാദ് നഗറിലെ ഒരു ക്വാർട്ടേഴ്സിലാണ് വാടകയ്ക്ക് താമസിക്കുന്നത്. അവർക്ക് ധാരാളം ഫോളോവേഴ്സ് ഉണ്ട്. അവരുടെ മരണം കേട്ടപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഒന്നാകെ ഞെട്ടിത്തെരിച്ചു പോയി കേരളത്തിൽ. കാരണം അത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ട്. വളരെ സന്തോഷവതിയായി, എപ്പോഴും പ്ലസന്റായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന യുവതി. ആ യുവതിയുടെ മരണ വാർത്ത അറിഞ്ഞ് കേരളം സങ്കടപ്പെട്ടിരുന്നു. എന്നിട്ട് ഈ ചിന്നുവിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു, അവളുടെ കൂടെ ഇപ്പോഴുള്ള സന്ദേശ് എന്ന ചെറുപ്പക്കാരന്റെ ഭീഷണിയും പണക്കൊതിയും പണമോഹവും ഒക്കെയാണ് ഈ യുവതിയുടെ മരണത്തിന് കാരണമായത്. അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസുകാർ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസുകാർ ഇക്കാര്യത്തെ കുറിച്ചൊക്കെ വിശദമായി അന്വേഷിച്ചു. സന്ദേശിനെ ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ സന്ദേശ് പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? സന്ദേശം ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഇല്ല, അയാൾ മരിച്ചു. സന്ദേശ് പറഞ്ഞതാണ്, പതിവ് പോലെ അന്നും രാവിലെ ഞാൻ ജോലിക്ക് പോയി. പെയിന്റിംഗ് തൊഴിലാളിയാണ്, ജോലിക്ക് പോയി. ഇടയ്ക്ക് ചിന്നുവിനെ വിളിക്കുന്ന സ്വഭാവമുണ്ട്, ശീലമുണ്ട്. ചിന്നുവിനെ വിളിച്ചു, അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഉച്ചയ്ക്ക് വിളിച്ചു, അപ്പോഴും ഫോൺ എടുക്കുന്നില്ല. എന്തോ പന്തികേട് തോന്നി, സുഖമില്ലായ്മയോ വല്ലതും ഉണ്ടോ എന്നറിയാൻ ഒരു സുഹൃത്തിനൊപ്പം ഞാൻ ക്വാർട്ടേഴ്സിലെത്തി. അപ്പോൾ വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല. അങ്ങനെയാണ് വാതിലൊക്കെ തള്ളി തുറന്ന് നോക്കുമ്പോഴാണ് ഇങ്ങനെ മൃതദേഹം കാണുന്നത്. ഉടനെ തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചു, പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇതായിരുന്നു അയാളുടെ മൊഴി. പോലീസ് സാഹചര്യ തെളിവുകളും ഫോൺ ടവറും ഫോൺ ലൊക്കേഷനും ഒക്കെ പരിശോധിച്ചു. ഇവരുടെ ഫോൺ ചാറ്റുകൾ, ഫോൺ സംഭാഷണങ്ങൾ, വോയിസ് റെക്കോർഡുകളൊക്കെ പരിശോധിച്ചു. അതിലൊന്നും തന്നെ ഈ സന്ദേശ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് സംശയം തട്ടുന്നതായി യാതൊന്നും പോലീസിന് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഇയാളെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ ഒരു പ്രേരണ ഇയാൾ ആ പെൺകുട്ടിക്ക് നൽകിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാകും ആ പെൺകുട്ടി മരിച്ചത് എന്ന് പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. മറ്റു കാരണങ്ങളെക്കുറിച്ച്, മറ്റു വശങ്ങളെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നതേ ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണല്ലോ മരിച്ചുപോയത്. ഈ ആരാധക പ്രബുദ്ധന്മാർ ഈ സന്ദേശിനെ അങ്ങോട്ട് എടുത്ത് ക്രൂശിക്കാൻ തുടങ്ങി. ഇതേ സംഭവം തന്നെയാണ് കോഴിക്കോട് ദീപക്കിന് സംഭവിച്ചത്. ദീപക് തിരക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്തു. അയാൾ ബാഗ് പൊക്കിയെടുത്തപ്പോൾ കൈമുട്ട് ഒരു പെണ്ണിന്റെ മാറിടത്തിൽ കൊണ്ടു എന്ന് പെണ്ണ് ആരോപിക്കുന്നു. മനഃപൂർവ്വമാണോ? മനഃപൂർവ്വം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. CCTV പരിശോധിച്ചു, മൊഴിയെടുത്തു. അതിലൊന്നും അങ്ങനെയൊന്നുമില്ല. ഈ പെൺകുട്ടി മാത്രം എത്രയോ സമയം മൊബൈലിൽ സെൽഫി മോഡിൽ പിടിച്ച് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അയാളുടെ കൈ ഒന്ന് ഉയർന്നു കിട്ടണേ എന്ന് പറഞ്ഞു. തന്റെ മാറിടത്തിലേക്ക് തട്ടും വിധം അയാളുടെ കൈ ഉയർന്നു കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ സെൽഫി എടുത്ത് സെൽഫിയിൽ കുലുക്കി. ഒടുവിൽ അവസാനം എന്ത് ചെയ്തു? കണ്ടവരെല്ലാം പാവം ദീപക്കിനെ തെറി വിളിച്ചു. ഇവൻ ഒരു പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞു. ഇവൻ പെണ്ണിനെ കണ്ടോ, അവളുടെ മാറിടത്തിൽ മുട്ടുകൊണ്ട് ഇടിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു. മനസാ വാച ഇങ്ങനെ ഒരു സംഭവം അറിയാത്ത ദീപക് എന്ത് ചെയ്തു? ഒരു മുഴുവൻ കയറിൽ തന്റെ ജീവൻ ഒതുക്കി. അതേ സംഭവം തന്നെയാണ് ഈ പറയുന്ന ഈ സോജന് സംഭവിക്കുന്നത്. ഇയാള് ചെയ്തതും മറ്റൊന്നും. ഇയാളെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു. ഈ ചെറുപ്പക്കാരനെ ആളുകൾ ഇങ്ങനെ അധിക്ഷേപിച്ചു. ഇയാൾ കാരണമാണ് ചിന്നു നഷ്ടപ്പെട്ടു പോയതെന്ന് അപമാനിച്ചു. പോലീസുകാരെ ക്ലീൻ ചിറ്റ് കൊടുത്ത് ഇയാളെ പുറത്തു വിട്ടുവെങ്കിലും ഇയാളെ അപമാനം സഹിക്കവയ്യാതെ ഇയാളും കയറി തൂങ്ങി മരിച്ചു. ഇതാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളുടെ സ്ഥിതി. ഇവർക്ക് സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതായത് സമൂഹത്തിൽ ഒരു കാര്യം പെട്ടെന്ന് പടർത്തുന്നതിനും അതിനനുസരിച്ച് സമൂഹത്തെ ചിന്തിപ്പിക്കുന്നതിനും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് കഴിയും. മോട്ടിവേഷൻ സ്പീക്കർമാർക്ക് കഴിയും. കാരണം അവർ അത്ര നയചാതുര്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ ചാനലിലെ വ്യൂവർഷിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമുക്കൊന്നും ആ ഒരു ചാതുര്യമൊന്നുമില്ല. അങ്ങനെ നുണ പറയാനുള്ള ചാതുര്യമൊക്കെ ഉള്ള ആളുകൾ, യൂട്യൂബർമാരൊക്കെ കോടിക്കണക്കിന് ആരാധകരെയും ആസ്വാദകരെയും ഒക്കെ സ്വന്തമാക്കി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നുണ്ട്. നമുക്ക് ആ ചാതുര്യമില്ല. ഇന്നാണ് ആളുകൾ കരുതുന്നത് നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നു. എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ നമ്മളും കഥകൾ പറയുന്നു, വാർത്ത പറയുന്നു, അത്രമാത്രം. എന്നാൽ ഇവിടെ സമൂഹ മാധ്യമങ്ങൾ ഒരു യുവാവിനെ ഒന്നടങ്കം ആക്രമിക്കുകയും ക്രൂശിക്കുകയും ചെയ്തപ്പോൾ അയാളുടെ ജീവൻ ഒടുക്കേണ്ടി വന്നു. പോലീസ് അന്വേഷണത്തിൽ ഒന്നുമില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കണ്ട് വെറുതെ വിട്ട പ്രതിയാണ് പോയി ആത്മഹത്യ ചെയ്യുന്നത്. ഇത് നാടിന്റെ ദുരന്തത്തിന്റെ തുടക്കമല്ല, ഇത് വലിയ ഉദാഹരണമാണ്.
സമൂഹ മാധ്യമങ്ങൾ ജഡ്ജിമാരാകുന്ന അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ ഇത്തരം ആത്മഹത്യകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്തരം മരണങ്ങൾ നമ്മുടെ സമൂഹത്തിന് വേദനയായി നിൽക്കും എന്നതിൽ ഒരു തർക്കവും വേണ്ട.